ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഈ കാണുന്നത് ആപ്ലിക്കേഷൻ്റെ ഹോം സ്ക്രീനാണ്. അപ്പോൾ ഈ ഫ്രണ്ട് സ്ക്രീനിൽ നിരവധി വിഭാഗങ്ങളുണ്ട്. ഈ താഴെ കാണുന്നത് പോലെ നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് കൃത്യമായി കാണാം. അതുപോലെ തന്നെ ഈ 5.2 വേർഷനിൽ 2 മെനുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് ഇടത് സൈഡിലെ മെനു ഈ കാണുന്നതാണ്. ഇതിലും നിരവധി ഉപവിഭാഗങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ഓരോന്നായി നോക്കാം. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ മെനുവിൽ നമ്മൾ ഇത്രയും വിഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതിനു മുൻപ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ വിസിബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നിന്ന് എങ്ങനെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ ഫോണിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൻ്റെ പ്രൊഫൈൽ ഐക്കണിൽ കൊടുത്തിരിക്കുന്ന ആ 3 വാക്ക് NMP എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് സെർച്ച് അടിക്കുമ്പോൾ നമുക്കിവിടെ കാണാം രണ്ടാമതായിട്ട് ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ഈ NMP ആസ്ട്രോളജി ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങളുടെ ഫോണിൽ NMP ആസ്ട്രോളജി ഇതുപോലെ ആപ്ലിക്കേഷൻ ഐക്കൺ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ കാണുന്നത്. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് അതാത് ദിവസത്തെ ഡേറ്റ് കൃത്യമായിട്ട് മുകളിൽ കാണിക്കും. അതിനുശേഷം താഴേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ നിരവധി വിഭാഗങ്ങളുണ്ട്. അവ നമുക്ക് ഓരോന്നായി നോക്കാം. അതായത് പ്രധാനപ്പെട്ടത് മാത്രം നമുക്ക് ഓരോന്നായി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിലാദ്യമേ ഭഗവാൻ ശിവന്റെ ചിത്രമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിൽ ടച്ച് മീ എന്ന് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. നമുക്കതൊന്ന് ടച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ ടച്ച് ചെയ്യുമ്പോൾ ഇന്നത്തെ സന്ദേശം അതിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഓരോ ദിവസവും ഓരോ മോട്ടിവേഷൻ സന്ദേശമായിരിക്കും ഇതിൽ ഞാൻ കൊടുക്കാൻ പോകുന്നത്. അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇന്നത്തെ നല്ല നേരം രാഹുകാലവും ഗുളികകാലവും രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓരോ ദിവസത്തെയും കൃത്യമായിട്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ അതിന് താഴെ ദിവസഫലം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അശ്വതി മുതൽ രേവതി വരെയുള്ള ദിവസഫലങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നിങ്ങളുടെ നക്ഷത്രം ഏതോ അത് നിങ്ങൾ ഇതിൽ ഏറ്റവും മുകളിൽ എൻ്റെ നക്ഷത്രം എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ നക്ഷത്രം ഭരണി ആണെങ്കിൽ ഭരണി ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഭരണി നക്ഷത്രക്കാരുടെ ഫലങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ ഏറ്റവും താഴെ ഇത് എൻ്റെ നക്ഷത്രമാക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അപ്പോൾ തന്നെ ഭരണി നക്ഷത്രം സെലക്ട് ആവും. പിന്നെ എല്ലാ ദിവസവും ഭരണി നക്ഷത്രം മാത്രം നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതിയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും റിട്ടേൺ വന്നു കഴിഞ്ഞാൽ ഇവിടെ മാസഫലമുണ്ട്, വർഷഫലമുണ്ട്, വിഷുഫലമുണ്ട്. അതെല്ലാം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് നോക്കാം. ഞാനിവിടെ വിഷുഫലത്തിൽ ഈ പ്രാവശ്യം വിഷുഫലം കൊടുത്തിട്ടില്ല. കാരണം നമുക്കിപ്പം ഓൾറെഡി കഴിഞ്ഞു പോയല്ലോ. അപ്പോൾ അടുത്ത വിഷുഫലം തൊട്ടാൽ ഇതിൽ കൊടുക്കുകയുള്ളൂ. അത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയായിരിക്കും കാണിക്കുന്നത്. അതുപോലെ തന്നെ 2 ചാനൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ ചാനലിലേക്ക് പോകും. അതിനുശേഷമുള്ളതാണ് പ്രാർത്ഥനകൾ. നിങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഇവിടെ കുറിക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഇവിടെ സമർപ്പിക്കാൻ സാധിക്കും. പിന്നെയുള്ളതെന്ന് പറയുമ്പോൾ ഈ സ്ക്രീനിൽ ക്ഷേത്ര വാർത്തകളാണ്. ഈ ബെൽ ബട്ടൺ കാണുന്നത് ക്ഷേത്ര വാർത്തകൾ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ഷേത്ര വിശേഷങ്ങൾ ഇന്നത്തെ, അതായത് ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്തുള്ള ക്ഷേത്ര വാർത്തകളാണ് ഇപ്പോൾ ഇതിൽ ലൈവായിട്ട് കാണിക്കുന്നത്. ടൈറ്റിലും പിന്നെ അതിൻ്റെ വാർത്തകളും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 മെനു വിഭാഗങ്ങളും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിക്കും ഇത് വെറും ഒരു ആസ്ട്രോളജി ആപ്ലിക്കേഷൻ മാത്രമല്ല, വളരെയധികം പ്രധാനപ്പെട്ട വിവരങ്ങൾ നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് മെനു ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കാണുന്നത് കലണ്ടർ, പൊതു അവധി ദിവസങ്ങൾ, അതുപോലെ തന്നെ വളരെയധികം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് അത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ സാധിക്കും. പൊതു അവധി ദിവസങ്ങൾ, ഹിന്ദു ഉത്സവങ്ങൾ, ലഭ്യമായതെല്ലാം ഞാൻ ഈ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഓരോ അപ്ഡേറ്റിലും ഇതിൽ കുറവുള്ളത് അതിൽ ഫില്ല് ചെയ്ത് നമുക്ക് പോകാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ബാക്കി താഴെയായിട്ടുള്ളതെല്ലാം നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത അപ്ഡേറ്റിൽ ഞാനത് ചേർത്ത് അതിലേക്ക് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ ക്ഷേത്ര വാർത്തകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നും ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അവിടെ അതിനുള്ള ഒരു ഓപ്ഷൻ കൂടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ പ്ലേ സ്റ്റോർ റൈറ്റിംഗ്, ആപ്പ് പങ്കുവയ്ക്കുക, ക്രമീകരണങ്ങൾ. ഈ ക്രമീകരണങ്ങൾ എന്നുള്ളതിൽ
ഈ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ദിവസേനയുള്ള ഓർമ്മപ്പെടുത്തൽ 2 നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ താൽക്കാലികമായിട്ട് ആവശ്യമില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. ഓഫ് ചെയ്ത് വെച്ചിട്ട് താല്പര്യമുള്ള സമയത്ത്, ആവശ്യമുള്ള സമയത്ത് ഇതുപോലെ ഓൺ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സന്ധ്യാപ്രാർത്ഥനയുടെ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ടൈം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 6:30 PM എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ ഈ ടൈം കറക്റ്റ് ആകണമെന്നില്ല. അപ്പോൾ അവിടുത്തെ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ക്രമീകരണം വരുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ കീബോർഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ടൈം ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. AM PM ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ഹോം സ്ക്രീനിൽ നമുക്ക് പരിചയപ്പെടാനുള്ളത്. ഇവിടെ ലെഫ്റ്റ് മെനുവിൽ നമുക്ക് പരിചയപ്പെടാനുള്ളത്. ഇനി റൈറ്റ് സൈഡ് മെനു. ഇത് വളരെ പ്രധാനപ്പെട്ട മെനു ആണ്, നമ്മുടെ റൈറ്റ് സൈഡ് മെനു. ഇതിൽ പ്രത്യേകിച്ചും ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മെനു ആണ് ഈ പറഞ്ഞ റൈറ്റ് സൈഡ് മെനു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം തന്നെ ആത്മീയ ചിന്തകൾ, അതിനുശേഷം പൂജകൾ, ഹോമങ്ങൾ, കീർത്തനങ്ങൾ, തന്ത്രം, മന്ത്രം, യന്ത്രം, വേദം, ഉപനിഷത്ത്, ഓർമ്മക്കുറിപ്പുകൾ, ഇഷ്ടപ്പെട്ടവ. ഈ ഗ്രീൻ കളർ കൊടുത്തിരിക്കുന്നത് രണ്ടും നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ആപ്ലിക്കേഷന്റെ ഭാഗമായിട്ടുള്ളതല്ല അത് നിങ്ങളുടെ സ്വന്തമായിട്ട് കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ആത്മീയ ചിന്തകൾ ഏറ്റവും ആദ്യത്തെ ബോക്സ് ഫോൾഡർ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെയാണ് അത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ ആത്മീയ ചിന്തകൾ, ഇതിൽ നിങ്ങൾക്ക് ഈ ചിത്രവും ഈ വചനങ്ങളും മാറ്റി മാറ്റി, അതായത് റീഫ്രഷ് ചെയ്ത് ഓരോന്നോരോന്ന് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ താഴത്തോട്ട് ഉള്ള വചനങ്ങളും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം, അതിലേക്ക് വരാം. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ആദ്യം ഒരു ഷെയർ ബട്ടൺ ഉണ്ട്, പിന്നെ ഈ ചിത്രം മാറ്റാനുള്ള ഐക്കൺ കൊടുത്തിട്ടുണ്ട്, പിന്നെ റീഫ്രഷ് ബട്ടൺ വചനം മാറ്റാനുള്ളത്, പിന്നെ അതിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്തിടാനുള്ളതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചിത്രം മാറ്റാനുള്ളത് ഈ രണ്ടാമത്തെ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചിത്രങ്ങൾ ഓരോന്നോരോന്നായി മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ വചനം മാറ്റാൻ മൂന്നാമത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വചനങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഈ വചനങ്ങളെല്ലാം വേറെ ഏതെങ്കിലും നേരിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് താഴെ നിന്ന് തന്നെ നോക്കി സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പം നിങ്ങൾ സെലക്ട് ചെയ്ത് ഇതാണെങ്കിൽ ആ വചനം ഏറ്റവും മുകളിൽ വരും. ഓക്കെ, അതിനുശേഷം ഇത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം എഴുതി നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഗുഡ് മോർണിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ഞാൻ സെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ സെൻഡ് ആവും, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് സെൻഡ് ആവും. അപ്പോൾ ആ വിഭാഗം കഴിഞ്ഞു. ഇനി പൂജകൾ, ഹോമങ്ങൾ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പേജാണ്. നിങ്ങൾക്ക് ഏത് പൂജയാണ്, ഏത് ഹോമങ്ങളിലാണ് പങ്കുചേരേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സ്വന്തമായിട്ട് ടൈപ്പ് ചെയ്ത് തരാം, അല്ലെങ്കിൽ ഇവിടെ ഓൾറെഡി ആളുകൾ ടൈപ്പ് ചെയ്ത് തന്നിട്ടുള്ളതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് അത് ചൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പം ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൽ ഹോമങ്ങൾ എന്നത് ഇപ്പോൾ ഒരാൾ എഴുതിയ മെസ്സേജിൽ ആ ഹോമം അല്ലെങ്കിൽ ആ പൂജ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഇവിടെ ഈ ഹോമങ്ങൾ എന്നുള്ളത് 18 എന്നുള്ളത് 19 ആകും. ദീപങ്ങൾ 8 എന്ന് എഴുതിയേക്കണത് ദീപങ്ങളിലാണ് ഇവിടെ താഴെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ദീപത്തിൽ 9 എന്നുള്ള അക്കം വീഴും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇത് കൂടാണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അയക്കാം, ഇതുപോലെ കാർഡുകൾ അയക്കാം. പൂജയിലേക്ക്, ഹോമത്തിലേക്ക് കാർഡുകൾ അയക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മതി. പ്ലസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണോ ആ ആവശ്യം എഴുതുക. അതിനുശേഷം നിങ്ങളുടെ പേര്, നിങ്ങളുടെ ജന്മനക്ഷത്രം, നിങ്ങളുടെ സ്ഥലം, ഇത്തരം കാര്യങ്ങൾ എഴുതിയ ശേഷം നിങ്ങൾക്ക് ഇവിടെ സമർപ്പിക്കുക എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതുപോലെ കാർഡുകൾ വരും. അപ്പോൾ ഈ മുകളിൽ കാണിച്ചേക്കണ, ഡിസ്ക്രിപ്ഷൻ കാണിച്ചേക്കണ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ താഴെ എഴുതാം. പിന്നെ ഉള്ളത് കീർത്തനങ്ങൾ, തന്ത്രം, മന്ത്രം, യന്ത്രം, വേദം, ഉപനിഷത്ത്. ഈ 3 വിഭാഗങ്ങളും അത് നമുക്ക് 1 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ എഴുതി തീർക്കാൻ പറ്റുന്നതല്ല. എങ്കിലും ഞാൻ കുറേശ്ശെ ഓരോ അപ്ഡേറ്റിലും ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ കയറ്റിവിടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓർമ്മക്കുറിപ്പുകൾ, അതിന് ഏറ്റവും താഴെയുള്ളത്. ഇത് നിങ്ങളുടെ സ്വന്തം പേജാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മക്കുറിപ്പുകൾ ഇവിടെ എഴുതി ഈ ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അത് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. മാത്രമല്ല കൂടുതൽ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആവശ്യമുള്ളത് ഡിലീറ്റ് ചെയ്ത് കളയാനും ഈ പേജിൽ സാധിക്കും. പിന്നെ ഇഷ്ടപ്പെട്ടവ, ഇത് നമ്മൾ ആദ്യം കണ്ട പേജിന്റെ ഒരു ബാക്കെൻഡാണ് ഇത് ഇഷ്ടപ്പെട്ടവ എന്നുള്ളത്. അതായത് നിങ്ങളിപ്പോൾ ആത്മീയ ചിന്തകളിൽ നമ്മൾ ഷെയർ ചെയ്ത കാർഡ് ഉണ്ടല്ലോ, ആ കാർഡിലുള്ള വചനങ്ങളാണിത്. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു വചനം വേണ്ട, പുതിയത് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, രണ്ടാമത്തെ പോയി.
അപ്പം ഇതുപോലെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം, പുതിയത് ഇങ്ങോട്ട് ചേർക്കാൻ സാധിക്കും. അതായത് ആദ്യമേ സെലക്ട് ചെയ്ത് നേരെ ഇവിടെ വന്ന് കിടക്കുമെന്ന് ചുരുക്കം. ഇതുപോലെ തന്നെയാണ് കീർത്തനങ്ങൾ, തന്ത്രം, മന്ത്രം. എന്താ ഇപ്പോൾ കീർത്തനങ്ങളിൽ ഇപ്പോൾ ഈ വിഭാഗം ഉടൻ വരുന്നു. കാരണം അതിൽ നമ്മൾ ഓൾറെഡി ഡാറ്റ കൊടുക്കാത്തത് കൊണ്ടാണ് വരുന്നത്. ഈ കീർത്തനങ്ങളൊക്കെ വൈകുന്നേരം ഈ സന്ധ്യാനാമം ജപിക്കുമ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ അതാത് ദിവസത്തെ കീർത്തനങ്ങൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ആ കീർത്തനം നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. അതുപോലെ തന്ത്രം, മന്ത്ര, യന്ത്രം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപവിഭാഗമാണ്. ഇത് കുറഞ്ഞത് ഒരു 2 വർഷം കൊണ്ട് മാത്രമേ നമുക്ക് ഒരു പകുതിയെങ്കിലും ഇത് എഴുതി പൂർത്തിയാക്കാൻ സാധിക്കുള്ളൂ. ഏതായാലും തുടങ്ങി വെക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ ക്രമേണ പൂർത്തിയാക്കാം. അതുപോലെ തന്നെ വേദം, ഉപനിഷത്ത് ഇതും അതുപോലെ തന്നെ ഒരു 3-4 വർഷമെങ്കിലും എടുത്തായിരിക്കും ഇത് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുള്ളൂ. എന്നാലും ഇതിന്റെ എക്സ്ട്രാക്ട് ഇപ്പൊ വേദം, ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ അത് മുഴുവനും നമുക്ക് എഴുതി ഇതിലേക്ക് പകർത്താൻ കഴിയില്ല. കാരണം അതൊക്കെ അനേക വർഷങ്ങൾ കൊണ്ട് മഹാന്മാർ എഴുതി വെച്ചിരിക്കുന്നതാണ്. പക്ഷെ എല്ലാം ചേർക്കില്ല, നമുക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ മാത്രം അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് ആ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ ഇതിലേക്ക് തീർച്ചയായിട്ടും ഉൾപ്പെടുത്തും. അങ്ങനെയുള്ള സെലക്റ്റീവായിട്ടുള്ള വചനങ്ങൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്കൊരു അത്താണി പോലെ അല്ലെങ്കിൽ ഒരു ചൂണ്ടുപലക പോലെ നിങ്ങളത് മുന്നോട്ട് നയിക്കുന്നതായിരിക്കും. കാരണം വളരെ ഉപകാരപ്പെട്ട കാര്യങ്ങളായിരിക്കും അതിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഞാൻ ഈ 5.2 വേർഷനിൽ കൊടുത്തിരിക്കുന്നത്. അടുത്ത വേർഷനുകൾ വരുന്തോറും ഇതിൽ കാര്യങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ള വിഭാഗം ഏതാണോ ആ വിഭാഗത്തിൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഡെയിലി ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ എങ്ങനെ നോക്കിയാലും ശരി, ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായിരിക്കും നിങ്ങളുടെ ഫോണിൽ. കാരണം ഈ വിഭാഗത്തിൽപ്പെട്ട ഏത് ആസ്ട്രോളജിയും ദൈവിക വിഷയവുമായിട്ട് അല്ലെങ്കിൽ മോട്ടിവേഷണൽ വിഭാഗമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആ ഒരു ശ്രേണിയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉപകാരപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും ഈ ആപ്ലിക്കേഷൻ. മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. നന്ദി, നമസ്കാരം.